സ്നേഹപ്പെട്ട എല്ലാവർക്കും ബന്ധത്തിലേക്ക് സ്വാഗതം. ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു, അപ്പോൾ മുഖാമുഖമായി കാണും. 1 കൊരിന്ത്യർ 11-12 വാക്യം. നാം പ്രാർത്ഥനാപൂർവ്വം ബൈബിൾ പഠിക്കുമ്പോൾ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയായ യേശുവിനെ കാണുവാൻ പരിശുദ്ധാത്മാവ് നമ്മുടെ കണ്ണുകളെ തുറക്കുന്നു. എന്നിരുന്നാലും വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നാം അറിവിൽ വളരുമ്പോൾ ആത്മാവിൽ നമ്മുടെ ദർശനം വ്യക്തമാക്കപ്പെട്ടാലും നിത്യതയുടെ ഒരു വശത്തെ ദൈവത്തിൻ്റെ അനന്തമായ അപാരതയുടെ ഒരു മിന്നൊളി മാത്രമേ നമുക്ക് കാണുവാൻ കഴിയൂ. ഭൂമിയിൽ നമ്മുടെ സമയം പൂർത്തിയാകുമ്പോൾ അല്ലെങ്കിൽ യേശു മടങ്ങി വരുമെന്ന വാഗ്ദാനം നിറവേറുമ്പോൾ നാം അവനെ വ്യക്തമായി കാണും. 1 കൊരിന്ത്യർ 11-12 വാക്യം പഠിക്കുമ്പോൾ കാണുവാൻ സാധിക്കും. ക്രിസ്തുവിൻ്റെ മുഖാമുഖം കാണുകയും ക്രിസ്തുവിൻ്റെ സഭയായ ശരീരത്തിലെ പ്രിയപ്പെട്ട അംഗങ്ങളായ നമ്മെ ഓരോരുത്തരെയും അവൻ അറിയുന്ന പോലെ അവനെ അറിയുകയും ചെയ്യുന്ന ആ സന്തോഷം നിറഞ്ഞ നിമിഷത്തിൽ നമുക്ക് പ്രത്യേക കാണേണ്ട ആവശ്യമില്ല. നമ്മുടെ സ്നേഹസമ്പന്നനും വിദ്യാഭ്യാസനുമായ യേശുവിനെ നോക്കി യേശുവെ എനിക്ക് അങ്ങേ കാണുവാൻ കഴിയും എന്ന് പറയുന്നവരെ കുറിച്ച് നിൽപ്പാൻ ആവശ്യമായ വിശ്വാസം, പ്രത്യാശയും സ്നേഹം വിശുദ്ധാത്മാവ് നമ്മെ സന്നിവേശിപ്പിക്കട്ടെ. നിങ്ങൾ ബൈബിൾ വായിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് ഈയിടെ എന്താണ് നിങ്ങളെ വെളിപ്പെടുത്തിയത്? ദൈവത്തെക്കുറിച്ചുള്ള അറിവുകളിലുള്ള നിങ്ങളുടെ വളർച്ച നിങ്ങളെ എങ്ങനെ മാറ്റിമറിച്ചു? പ്രാർത്ഥിക്കാം. യേശുവെ, ഞാനിപ്പോൾ വിശ്വസ്തയോടെ അങ്ങയോട് കൂടെ നടക്കുമ്പോൾ അങ്ങ് എന്നെ വീട്ടിലേക്ക് വിളിക്കുകയോ വീണ്ടും വരികയോ ചെയ്യുന്നതുവരെ അങ്ങേ കൂടുതൽ വ്യക്തമായി കാണുവാനും അടുത്തറിയുവാനും എന്നെ സഹായിക്കണമേ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. പുതിയ ദിവസം പുതിയ അനുഭവങ്ങൾ ദൈവം നിറക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.